21 ദിവസമാണ് കണിച്ചുകുളങ്ങര ക്ഷേത്രോത്സവം. അവസാനത്തെ 2 ദിവസമാണ് ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും ഞങ്ങളുടെ ഉത്സവത്തിൻ്റെ ഭാഗമാകാൻ വീടുകളിൽ എത്തിച്ചേരുന്നത്. ഞാൻ എൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. ഇത് അനിയത്തിയുടെ ഹസ്ബൻഡാണ്. ആളൊരു ചെറിയ നടനാണ്. ഒരു സിനിമയിലും ഷോർട്ട് ഫിലിമുകളിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ട്. ഒരു ഷോർട്ട് ഫിലിമിൽ ഏറ്റവും നല്ല വില്ലനുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് അനിയത്തിയും മകനുമാണ്. ഇതെൻ്റെ ഹസ്ബൻഡും. അനിയത്തിക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമാകില്ല. അവൾ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്, വീഡിയോ എടുത്തെങ്ങാനും വിട്ടാൽ ശരിയാക്കുമെന്ന്. ഇതെൻ്റെ ചിറ്റനും വൈഫുമാണ്. ഞങ്ങൾ പറയുന്നത് മമ്മൂട്ടിയും ശോഭനയെന്നാണ്. വൈഫിൻ്റെ പേര് ആശയെന്നാണ്. കക്ഷി ഒരു ഫിലിമൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവർ ബാംഗ്ലൂരായിരുന്നു ജോലിയുടെ ഭാഗമായിട്ട് താമസം. ഇപ്പോൾ ഫ്ലാറ്റ് ജീവിതമൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ ഗ്രാമത്തിൽ താമസിക്കാൻ വേണ്ടി ഒരു വീടൊക്കെ വാങ്ങി അവിടെ താമസം ആരംഭിച്ചിരിക്കുകയാണ്. ഫോട്ടോ എടുക്കാനെന്നും പറഞ്ഞ് എല്ലാവരെയും പിടിച്ചു നിർത്തി ബുദ്ധിപൂർവ്വം വീഡിയോ എടുക്കുന്ന പരിപാടിയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ അമ്മയാണ്. ഉത്സവം പ്രമാണിച്ചെത്തിയതാണ്. ഭക്ഷണം കഴിക്കാൻ മടിയുള്ള മകനെ അനിയത്തി സോപ്പിടുന്ന രംഗമാണ് ഈ കാണുന്നത്. എല്ലാ വീട്ടിലെ അവസ്ഥ ഇത് തന്നെയല്ലേ. കക്ഷിക്ക് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും ഒരു കറി ആ പാത്രത്തിൽ വിളമ്പിയാൽ കക്ഷി കഴിക്കില്ല. അമ്മയുമായിട്ട് കുശലം പറയുകയാണ് അനിയത്തി. വയലാറിൽ നിന്നെത്തിയ ഹസ്ബൻഡിൻ്റെ സുഹൃത്തുക്കളും ഭാര്യമാരുമാണ്. എത്ര തിരക്കാണെങ്കിലും വർഷത്തിൽ ഈ ഒരു ദിവസം അവർ ഞങ്ങളുടെ അടുത്ത് എത്തിച്ചേരും. എൻ്റെ വീട്ടിൽ മാത്രമല്ല കേട്ടോ, എല്ലാ വീട്ടിലും ഇതേ ദിവസം അതിഥി സൽക്കാരത്തിൻ്റെ സുന്ദര നിമിഷങ്ങളാണ്. ഇതിലൊരാൾ ടൂറിസം രംഗത്ത് ഹൗസ് ബോട്ട് ബിസിനസ്സിലാണ്. ഇദ്ദേഹം ആർമിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. വയലാറിൽ അടുത്തടുത്ത് വീടുകൾ വെച്ചാണ് ഇവരെല്ലാവരും താമസിക്കുന്നത്. വയലാറിൻ്റെ ഒരു ഭാഗം തന്നെ ഇവരുടെ കുടുംബാംഗങ്ങളുടേതാണെന്ന് തന്നെ പറയാം. അനിയത്തിയോടൊപ്പം ഇരിക്കുന്ന കുഞ്ഞി പെണ്ണ് നിസ്സാരക്കാരിയല്ല, ഒരു വലിയ യൂട്യൂബറാണ്. ഒത്തിരി വ്യൂവേഴ്സുള്ള ആളാണ് കേട്ടോ. ഈ മെറൂൺ ചുരിദാറുകാരി എൻ്റെ ചങ്കാണ്. സന്തോഷത്തിലും സങ്കടത്തിലും ഒപ്പം നിൽക്കുന്ന, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി. അവളുടെ അനുജത്തിയാണിത്. മോളാണ് അടുത്തിരിക്കുന്നത്. വല്യച്ഛൻ്റെ മോളും ഒക്കെ ആയിട്ട് എത്ര സമയമില്ലാഞ്ഞിട്ടും 6 മണി കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ് ഇവരെല്ലാവരും കൂടി എൻ്റെ അടുത്തേക്ക് വന്നത്. ക്ഷേത്രത്തിലൊക്കെ പോയി സന്തോഷത്തോടെ കുറേ നിമിഷങ്ങൾ ചിലവഴിച്ചു. എനിക്കിവൾ പേളി മാണിയാണോ റിമി ടോമിയാണോ അതോ രണ്ടും ചേർന്നതാണോ അറിയില്ല. ഭർത്താവ് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇവൾ തന്നെ, ഉറപ്പിച്ച് പറയാം.